ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ട്രെൻഡെക്സിൻ്റെ വാലറ്റിലേക്ക് എങ്ങനെ ബിനാൻസ് നിന്ന് USDT നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിനാൻസ് എന്നല്ല, നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റ് എന്നോ ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും ട്രെൻഡെക്സിൻ്റെ വാലറ്റിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം. നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിലും കോർ അലോക്കേഷൻ്റെ ഇൻകത്തിൻ്റെ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. സോ അതിനാദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ട്രെൻഡെക്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ് വരുന്നത്. അതിലേറ്റവും ടോപ്പ് റൈറ്റ് കോർണറിൽ നിങ്ങൾക്കൊരു ബ്ലൂ കളറിൽ ഒരു എംബ്ലം കാണുന്നു, ലോഗോ കാണാം. അത് നമ്മുടെ മെനു ഓപ്ഷനാണ്. അവിടെ വരിക, വാലറ്റ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മളെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് വരുന്നത് $250 ആണ്. നോർമലി 250 പല ആൾക്കാരും അറിയാതെ ടൈപ്പ് ചെയ്യുക. നമുക്ക് ആക്ച്വലി 251 വേണം. ആ $1 എന്ന് പറയുന്നത് BNB ബ്ലോക്ക് ചെയിൻ്റെ ട്രാൻസാക്ഷനിൽ വേണ്ട ഒരു എക്സ്ട്രാ എമൗണ്ട് ആണ്. സോ നമ്മളതിൽ ടോപ്പ് അപ്പ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് 251 കൊടുക്കുക. വീണ്ടും ശ്രദ്ധിക്കുക, 250 അല്ല 251. സബ്മിറ്റ് ചെയ്യുന്നു. നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് ID അതേപോലെ QR കോഡും ഏറ്റവും താഴെയായിരിക്കും പേയ്മെൻറ്റ് അഡ്രസ്സ് ഉണ്ടാകുന്നത്. സോ നമ്മൾ ആദ്യം ആ അഡ്രസ്സ് എന്ത് ചെയ്യണം, ലോങ് പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നേരെ നമ്മുടെ ബൈനാൻസ് അക്കൗണ്ടിൽ വരുന്നു. ബൈനാൻസ് ഓൾറെഡി നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള 250 റെഡി ആയിട്ട് നിൽക്കുകയാണ്. ചിലപ്പോൾ അത് സ്പോട്ട് വാലറ്റ് ആവാം, ഫണ്ടിങ് വാലറ്റ് ആവാം, ഏത് വാലറ്റായാലും എല്ലാത്തിനും നമുക്ക് വിഡ്രോവൽ ഓപ്ഷൻസ് ഉണ്ട്. വിഡ്രോവൽ ക്ലിക്ക് ചെയ്യുന്നു, അവിടെ USDT സെലക്ട് ചെയ്യുന്നു, സെൻഡ് വിയ ക്രിപ്റ്റോ നെറ്റ്വർക്ക്. ആ കോപ്പി ചെയ്ത അഡ്രസ്സ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാണ്. നെറ്റ്വർക്ക് ചോദിക്കുമ്പോൾ ഇവിടെയാണ് പല ആൾക്കാർക്കും മിസ്റ്റേക്ക് പറ്റുന്നത്. അതായത് BNB ബ്ലോക്ക് ചെയിൻ ആണെന്ന് പറയും. ഇവിടെ നിങ്ങൾക്കറിയാം, BNB നോക്കുമ്പോൾ BNB സ്മാർട്ട് ചെയിൻ BEP20 ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നമ്മളെ അപരൻ എന്ന പോലെ OP-BNB എന്ന് പറഞ്ഞ മറ്റൊരു നെറ്റ്വർക്കും കാണുന്നുണ്ട്. ദയവേത് അതൊന്നും നിങ്ങൾ സെലക്ട് ചെയ്ത്, വൺസ് സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ഫണ്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകും. അപ്പോൾ കറക്റ്റായിട്ട് ഈ BEP20 എന്ന് പറയുന്ന ഒന്നാമത്തെ നെറ്റ്വർക്കിന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് ബിനാൻസിലാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം ആയാലും, ഇനി ബൈബിറ്റോ ഇനി ബിറ്റ്ഗെറ്റോ ഇനി ഏത് എക്സ്ചേഞ്ച് ആയിക്കോട്ടെ, നിങ്ങൾ അവിടെയൊക്കെ എന്ത് ചെയ്യണം, ഈ BEP20 നെറ്റ്വർക്കിനെ സെലക്ട് ചെയ്യണം. ഇനി വിഡ്രോവൽ എമൗണ്ട് 251. വിഡ്രോ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോർമലി നിങ്ങളുടെ വെരിഫിക്കേഷൻ മെത്തേഡാണ്. ഇപ്പം ഞാനിതിൽ എൻ്റെ ഫേസ് അൺലോക്ക് ഓപ്ഷനാണ് കൊടുത്തത്. ചില ആളുകളിൽ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആവാം, ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ആൻഡ് ഇമെയിൽ OTP ആവാം, ഇല്ലെങ്കിൽ ഫിംഗർ വെരിഫിക്കേഷൻ ആവും. എന്തായാലും ആ ഒരു സിസ്റ്റം വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, സോ ഓൾറെഡി ഞാനിപ്പോൾ വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. നോർമലി ഒരു 5 മുതൽ 7 മിനിറ്റ് എടുക്കും ഈ ഒരു വിഡ്രോവൽ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു സിസ്റ്റം എല്ലാവരും ഫോളോ ചെയ്യുക. എടുത്തു പറയുന്ന കാര്യം, BEP20 ആണ് നമ്മുടെ നെറ്റ്വർക്ക്. എമൗണ്ട് 251 തന്നെ നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യാൻ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു എമൗണ്ട് തന്നെ കൊടുക്കുക. ഓക്കെ, താങ്ക് യു.